ഗുഡ് മോർണിംഗ്. ഞാൻ ഓഡിബിൾ അല്ലേ അമൽ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ ഡിസ്കസിങ് അബൌട്ട് മാക്രോ പ്രോസസർ. കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. മാക്രോ പ്രോസസർ ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. മാക്രോ പ്രോസസർ ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ നമ്മൾ എഴുതിയ മാക്രോനെ എന്ത് പറയുന്നു എക്സ്പാൻഡ് ചെയ്തിട്ട് ഇറ്റ്സ് മേക്കിംഗ് പാർട്ട് ഓഫ് അവർ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ക്രിയേറ്റിംഗ് ആൻ എക്സ്പാൻഡഡ് കോഡ്. ആ ഒരു കോഡാണ് കമ്പൈലർ ഓർ അസംബ്ലർ ഒബ്ജക്ട് കോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ എക്സാമ്പിളിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഞാൻ ആ എക്സാമ്പിൾ ഒന്നുകൂടി കാണിക്കാം. ആയിരുന്നു ആ എക്സാമ്പിൾ. സോ ഈ എക്സാമ്പിളിൽ യു ക്യാൻ സി one macro definition and macro expansion. Here strg is our macro name. Macro is an assembler directive indicating it's a macro. Then this is the macro body. M end with a macro. M end indicating end of a macro. So actually this is a macro definition. This is our macro definition. Okay. Then in the same program we are calling strg, we are calling strg again, we are calling. Then in expanded code you can see same code is repeated 2 times. ഓരോ ഫംഗ്ഷൻ കോളിനും കണ്ടിന്യൂസ് ആയിട്ട് സെയിം കോഡ് റിപ്പീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എക്സ്പാൻഡഡ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മാക്രോയില് ഇവിടെ പാരാമീറ്റേഴ്സ് ഇല്ല. സപ്പോസ് നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോളർ അഡ്രസ് ഓഫ് ആംപർസൻഡ് സൈനിലാണ് നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുക. ഇവിടെ പാരാമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അഡ്രസ് ഓഫ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യും. അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ടുഡേ യു ഹാവ് ടു റൈറ്റ് algorithm and data structures for microprocessor. Algorithms and data structures for microprocessor. Next line, you have to write, we have 2-pass microprocessor. We have 2-pass microprocessor in which all macro definitions are processed during the first pass. In which all macro definitions are processed during the first pass. And macro invocation statements are expanded during the second pass. Actually, we are expanding macro during the second pass. Here we are discussing a macro with 2 pass. Macro processor code രണ്ട് ടൈം പാസിംഗ് പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻ ദി ഫസ്റ്റ് പാസ് is actually defining the macro. It's actually identifying the macro. And the second pass is performing macro expansion. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ I will explain with the example. This is our sample program. This is the sample program. I will explain with the pointer. This is our sample program. Here, copy is our program name. Copy is our program name. Here we have 2 macro, read buff and write buff with its own parameters. And end of the program, in the program in the end, you can see it's very similar to our main program. നമ്മൾ CP ലൊക്കെ എഴുതുന്ന main program പോലെ തന്നെയാണ്. There we are calling read buff is our first macro, write buff is the second macro. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബിഫോർ കോളിംഗ് ദി മാക്രോ വി ആർ ആക്ച്വലി ഡിഫൈനിങ് ദി മാക്രോ. ഇതാണ് നമ്മുടെ റൈറ്റ് ബഫ്. റൈറ്റ് ബഫ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് ടിൽ എം എൻഡ് വരെ. ദെൻ റൈറ്റ് ബഫ് അതിന് ശേഷമാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഓഫ് അവർ മാക്രോ പ്രോസസർ ഈസ് എ പ്രോഗ്രാം. നമ്മളിപ്പോൾ എഴുതിയ പോലുള്ള ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ മാക്രോ പ്രോസസറിന്റെ ഇൻപുട്ട് ടു എ മാക്രോ പ്രോസസർ. ദെൻ ഔട്ട്പുട്ട് എന്താണ്? എക്സ്പാൻഡഡ് കോഡാണ് ഔട്ട്പുട്ട്. മാക്രോ പ്രോസസറിന്റെ ഔട്ട്പുട്ട് ഇസ് ആൻ എക്സ്പാൻഡഡ് കോഡാണ്. ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിനെ വി ആർ ഗിവിംഗ് ആസ് എൻ ഇൻപുട്ട് ടു എ മാക്രോ പ്രോസസർ. മാക്രോ പ്രോസസർ അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹാവ് ടു ഡിഫൈൻ മാക്രോ. ഇതിൽ ഏതൊക്കെ മാക്രോ ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യാണ് ഫസ്റ്റ് പാസിൽ നമ്മൾ ചെയ്യുന്നത്. വിച്ച് മീൻസ് റീഡ് ബഫിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം, റൈറ്റ് ബഫ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം.
Then in second pass, we have to expand. അതായത് റീഡ് ബഫ് ഉള്ള സ്ഥലത്തൊക്കെ റീഡ് ബഫിനെ പ്ലേസ് ചെയ്യണം, റൈറ്റ് ബഫ് ഒക്കെ ഉള്ളിടത്ത് റൈറ്റ് ബഫിനെ പ്ലേസ് ചെയ്യണം. ഈ രണ്ട് ടാസ്ക്കാണ് മാക്രോ പ്രോസസർ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. മാക്രോ പ്രോസസറിന് ഇൻപുട്ട് ആയിട്ടുള്ളത് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ നമുക്ക് ഡിഫറെന്റ് മാക്രോ ഇറ്റ് ഇസ് സിമിലർ ടു ഫംഗ്ഷൻ, ഡിഫറെന്റ് മാക്രോസിനെ കാണാം. സോ ഇൻ ഫസ്റ്റ് പാസ് മാക്രോ പ്രോസസർ എന്ത് ചെയ്യുന്നു, ഇതിലെ മാക്രോ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദെൻ ഡ്യൂറിങ് സെക്കൻഡ് പാസ് ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്പാൻഡിങ് ദി കോഡ്. അതായത് എവിടെയൊക്കെ മാക്രോനെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഈ മാക്രോനെ കൊണ്ട് പ്ലേസ് ചെയ്യും. ഇറ്റ് ഈസ് നോൺ ആസ് മാക്രോ എക്സ്പാൻഷൻ. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തേ. In the first pass, it is creating macro definition. Second pass, it is performing macro expansion. Clear? Chat box में respond ചെയ്യാം. ആർക്കും മനസ്സിലായിട്ടില്ല? നിവേദ്യ മനസ്സിലായോ? Then അനൈന, ലിഖിത്, നന്ദ, റെസ്പോണ്ട് ചെയ്യാം ചാറ്റ് ബോക്സിൽ. ഓക്കെ, next we are discussing about data structure for microprocessor. Data structures for microprocessors. There you have to write. We have three data structures. First one, def tab. This is our def tab. Second one, name tab, NAMTAB. Third one, ARGTAB. Okay, about the first data structure, def tab, you have to write one sentence there. Def tab consists of macro definition. Which contains macro prototype and the statement. Then about second tab, name tab. Macro names are also entered into name tab. And it have an index with the def tab. Indicating starting and end of macro definition. Then last one, ARGTAB, argument table. This argument table. ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. Then you have to write F1 buffer, then finally length. F1 buffer length. Next line is this is the third data structure. Where the arguments are stored. This is the third data structure where the arguments are stored.
where the arguments are stored. ഓക്കെ, ഇനി ഈ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം ഒന്നുകൂടി നോക്കണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് ആണ് പറയുന്നത് we have to create 3 data structures. First one, def tab. Second one, name tab. Third one is argument tab. Okay, so in the first pass of we are creating macro definition, which means ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഫസ്റ്റ് ടൈം പാർസ് ചെയ്യുമ്പോൾ ഏതൊക്കെ മാക്രോ ആണുള്ളത് ആ മാക്രോനെ ഒക്കെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡെഫിനിഷൻ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യും. നേരത്തെ നമ്മൾ എക്സാമ്പിൾ കണ്ടു, മാക്രോ റീഡ് ബഫ് എന്ന് പറഞ്ഞൊരു മാക്രോ നമുക്ക് കാണുവാണെങ്കിൽ റീഡ് ബഫിന്റെ എല്ലാ കോഡും നമ്മൾ പിടിച്ച് ഡെഫിനിഷൻ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യും. ആൻഡ് നെയിം ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യും, ഏത് കോഡിനെയാണോ പ്ലേസ് ചെയ്യുന്നത് ആ കോഡിന്റെ ആ മാക്രോ എന്താണ് ആ നെയിമും കൂടെ നമ്മൾ എന്ത് ചെയ്യും, നെയിം ടേബിളിൽ പ്ലേസ് ചെയ്യും. അതായത് റീഡ് ബഫ് എന്ന് പറയുന്ന കാര്യം എവിടെയുണ്ട്, നെയിം ടേബിളിലുണ്ട്. റീഡ് ബഫിന്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡെഫിനിഷൻ ടേബിളിലുണ്ട്. അവർ തമ്മിലൊരു പോയിന്റർ സ്റ്റാർട്ടിങ്ങിലും എൻഡിലേക്കും ഒരു പോയിന്റർ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിനുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ആ ആർഗ്യുമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ആർഗ്യുമെന്റ് ടേബിളിലേക്ക് പ്ലേസ് ചെയ്യും. ഇത്രയും ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് മാക്രോ പ്രോസസറിന് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഈ ഒരു ഡയഗ്രം ഒന്നുകൂടി നോക്കുക. Here you can see 3 data structures. ഡെഫ് ടാബില് ഓരോ ഡെഫ് ടാബിലും ഏതൊക്കെ മാക്രോസ് ഉണ്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഡെഫ് ടാബിൽ ഉണ്ടാവുക. ആ ഡെഫ് ടാബിനെ ലിങ്ക് ചെയ്യുന്ന ഒരു പോയിന്റർ നെയിം ടേബിളിൽ ഉണ്ടാവും. നെയിം ടേബിൾ ഉണ്ടാവുന്നത് എന്താണ്, ആക്ച്വലി എത്ര നമ്പർ ഓഫ് മാക്രോ ഉണ്ടോ അതിന്റെ ഒക്കെ നെയിമാണ് നെയിം ടേബിൾ ഉണ്ടാവുക. അതായത് നെയിം ടേബിളിൽ വേറെ ഒരു മാക്രോ ഉണ്ടെന്ന് കരുതുക. സപ്പോസ് എന്റെ ഒരു മാക്രോന്റെ പേരായിരുന്നു ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മാക്രോ എന്റെ ടേബിളിൽ ഉണ്ടെന്ന് കരുതുക. ദെൻ ഫസ്റ്റിന്റെ കോഡിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും, എൻഡിങ്ങിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. എഗെയിൻ ഐ ഹാവ് എ നെക്സ്റ്റ് മാക്രോ സെക്കൻഡ് ആണെന്ന് കരുതുക. ലെഫ്റ്റ് ടേബിളിന്റെ സെക്കൻഡിന്റെ സ്റ്റാർട്ടിങ്ങിലേക്കും സെക്കൻഡിന്റെ എൻഡിങ്ങിലേക്കും ഒരു പോയിന്റ്. ഇങ്ങനെ ഏതൊക്കെ മാക്രോ ഉണ്ടോ അതൊക്കെ നെയിം ടേബിൾ ഉണ്ടാവും. അത് തമ്മിൽ ഡെഫിനിഷൻ ടേബിളിൽ ഒരു ലിങ്കും ഉണ്ടാവും. ഡെഫിനിഷൻ ടേബിൾ ഉണ്ടാവുന്നത് എന്താ, ആക്ച്വലി എൻ്റയർ മാക്രോയുടെ ബോഡിയാണ്, ഡെഫിനിഷൻ ആണ് ഡെഫ് ടേബിൾ ഉണ്ടാവാന്ന് ഓർക്കുക. ദെൻ ഓരോ മാക്രോയുടെയും ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അത് എവിടെ ഉണ്ടാവും, ആർഗ്യുമെന്റ് ടേബിളിലാണ് ഓരോ മാക്രോന്റെയും ആർഗ്യുമെന്റ്സ് ഉണ്ടാവുക. വി ആർ പ്ലേസിംഗ് ആർഗ്യുമെന്റ്സ് ഇൻ ആർഗ്യുമെന്റ് ടേബിൾ. കാര്യങ്ങൾ ക്ലിയർ ആണ്? ചാറ്റ് ബോക്സിൽ നിന്ന് റെസ്പോണ്ട് ചെയ്ത് ക്ലിയർ. കോൺസെപ്റ്റ് ഓഫ് 3 ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എഴുതാം, അൽഗോരിതം എന്ന് എഴുതാം. അൽഗോരിതം ഫസ്റ്റ് വൺ ഡിഫൈൻ. ഫസ്റ്റ് അൽഗോരിതം ഡിഫൈൻ. ഹൈഫൻ ഇട്ട് എഴുതാം. ദിസ് പ്രൊസീജിയർ perform macro. This procedure perform macro definition and placing it into def tab. ഓക്കെ, ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാൻ വേണ്ടി നമ്മുടെ പ്രോഗ്രാം ഞാനൊന്ന് കാണിച്ചു തരികയാണ്. നമുക്കൊരു അൽഗോരിതം ഉണ്ട്. ഒന്ന് ഇറേസ് ചെയ്യട്ടെ, ഇറേസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഓക്കെ, ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന അൽഗോരിതം ഡിഫൈൻ എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ്. ഡിഫൈൻ എന്ന് പറയുന്ന അൽഗോരിതം ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു മാക്രോനെ കാണുവാണെങ്കിൽ ആ മാക്രോന്റെ എല്ലാ ഡാറ്റേനെയും എവിടെ പിടിച്ച് പ്ലേസ് ചെയ്യുന്നു? ഡെഫിനിഷൻ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു ടാസ്കിനെയാണ് നമ്മൾ മാക്രോ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ടാസ്ക് എത്ര സമയം കണ്ടിന്യൂ ചെയ്യണം, എത്ര സമയം സ്റ്റോപ്പ് ചെയ്യണം എന്ന് എങ്ങനെ മനസ്സിലാവും? വെൻ ഓപ്പ് കോഡ് ഈക്വൽ ടു മാക്രോ, നമ്മുടെ ഇതാണ് ഓപ്പ് കോഡ്, ഇത് ലേബല്, ദിസ് ഈസ് അവർ ഓപ്പറന്റ്. വെൻ ഓപ്പ് കോഡ് ഈക്വൽ ടു മാക്രോ, ഇതാണ് നമ്മുടെ മാക്രോ. വെൻ ഓപ്പ് കോഡ് ഈക്വൽ ടു മാക്രോ വി ഹാവ് ടു ഡിഫൈൻ, വിച്ച് മീൻസ് ഈ പ്രോഗ്രാമിൽ മാക്രോ എന്ന് കാണുവാണെങ്കിൽ അതിന് താഴെയുള്ള ലൈൻസിനൊക്കെ പിടിച്ച് നമ്മൾ എം എൻഡ് ആവുന്നത് വരെയുള്ള എല്ലാ ലൈൻസിനെയും നമ്മൾ ഡെഫിനിഷൻ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യണം. ഈ ഒരു ടാസ്കിനെയാണ് നമ്മൾ മാക്രോ ഡെഫിനിഷനെ ഡെഫ് ടാബിളിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഫസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്ന പാസ് 1 നമ്മൾ ചെയ്യുന്നത് വി ആർ ഡിഫൈനിങ് ദി മാക്രോ. ഏതൊക്കെ മാക്രോ ഉണ്ടോ അതിനൊക്കെ പിടിച്ചിട്ട് നമുക്ക് മാക്രോ ഡെഫിനിഷൻ ടേബിളിലേക്ക് ഇടണം. ക്ലിയർ ആണ്? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? വെൻ ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ, മാക്രോ ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ഓപ്പ് കോഡിന്റെ സ്ഥാനത്ത് വെൻ ഓപ്പ് കോഡ് ഈക്വൽ ടു മാക്രോ then we have to define the macro. ഇത്രയും ഡാറ്റനെ നമുക്ക് പിടിച്ച് ഡെഫിനിഷൻ ടേബിളിലേക്ക് ഇടണം. ഈ ഒരു ടാസ്ക് ആണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറെ എന്ത് ചെയ്യണം? ഈ മാക്രോയുടെ നെയിം, റീഡ് ബഫ് ഈസ് അവർ മാക്രോ നെയിം, ഇതിനെ നമ്മൾ എവിടെ പിടിച്ചിടണം? നെയിം ടേബിളിൽ പിടിച്ചിടണം. ക്ലിയർ ആണ്? അതിനുശേഷം എന്ത് ചെയ്യണം? നെയിം ടേബിളിൽ നിന്ന് ഒരു സ്റ്റാർട്ടിങ്ങിലേക്കും എൻഡിലേക്കും ഓരോ പോയിന്റേഴ്സും പ്ലേസ് ചെയ്യണം. ഇതാണ് മാക്രോ ഡെഫിനിഷനിൽ നമ്മൾ ചെയ്യേണ്ട ടാസ്ക്. മാക്രോ എന്ന് കാണുമ്പോൾ മാക്രോ ടേബിൾ ഡെഫിനിഷൻ ടേബിളിലേക്ക് ലൈൻസിനെ പിടിച്ച് പ്ലേസ് ചെയ്യണം. നെയിം ടേബിളിലേക്ക് മാക്രോന്റെ നെയിം പ്ലേസ് ചെയ്യണം. ദെൻ നെയിം ടേബിളിൽ നിന്ന് ഒരു ലിങ്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ഡയഗ്രത്തിലേക്ക് വരുവാണെങ്കിൽ, ഡ്യൂറിങ് മാക്രോ ഡെഫിനിഷൻ വി ഹാവ് ടു പ്ലേസ് അവർ കോഡ് ഇൻ ഡെഫിനിഷൻ ടേബിൾ. ഏതാണോ മാക്രോ ഉള്ളത് അതിനെ പിടിച്ചിട്ട് മാക്രോ ഡെഫിനിഷൻ ടേബിളിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. സിമിലർലി മാക്രോ നെയിം നമ്മൾ നെയിം ടേബിളിലേക്ക് പ്ലേസ് ചെയ്യണം. അവർ മാക്രോ നെയിം ഈസ് റീഡ് ബഫ്. ആൻഡ് ദെൻ സ്റ്റാർട്ടിങ്ങിലേക്കും എൻഡിങ്ങിലേക്കും പോയിന്ററും നമ്മൾ പ്ലേസ് ചെയ്യണം. ഈ ഒരു പ്രൊസീജിയറിനാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം. ദെൻ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യും. ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്, ഇനി അൽഗോരിതം പറയാം. ഈ ഒരു അൽഗോരിതം നോക്കുക. ദിസ് ഈസ് ദി അൽഗോരിതം റെപ്രസെന്റിംഗ് മാക്രോ ഡിഫൈൻ. അൽഗോരിതത്തിന്റെ പേരാണ് പ്രൊസീജിയർ ഡിഫൈൻ. ഓക്കെ, ദെൻ ഡിഫൈനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നാണ് പറയുന്നത്. ബിഗിൻ ചെയ്യുന്നു. ഈ ഒരു പ്രൊസീജിയർ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ? എന്റർ മാക്രോ നെയിം ഇൻടു നെയിം ടാബ്. ബിക്കോസ് വി ഹാവ് എ ഡാറ്റ സ്ട്രക്ചർ നെയിം ടാബ്. നെയിം ടാബിലുള്ളത് മാക്രോ നെയിം ആണ്. ഇൻ അവർ എക്സാമ്പിൾ റീഡ് ബഫ്. റീഡ് ബഫ് ഈസ് അവർ മാക്രോ നെയിം. അതാണ് നെയിം ടാബിൽ ഉണ്ടാവുക. ദെൻ എന്റർ മാക്രോ പ്രോട്ടോടൈപ്പ് ഇൻടു ഡെഫ് ടാബ്. സൈഡിൽ വേണം ഞാൻ അതൊന്ന് കാണിച്ചു. കണ്ടോ? സൈഡിൽ നിങ്ങൾ നോക്കിയേ, ഡെഫ് ടാബ്. ഡെഫ് ടാബിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് റീഡ് ബഫ്. ഇറ്റ്സ് പ്രോട്ടോടൈപ്പ് ആണ്, ഹെഡർ ആണ്. ഫംഗ്ഷൻ നെയിം വിത്ത് പാരാമീറ്റേഴ്സ്. അതാണ് പറയുന്നത് എന്റർ മാക്രോ പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് മീൻസ് ആക്ച്വലി വിച്ച് is similar to a function header. Header means function name, set of parameters. ഇനി നമ്മൾ ഇവിടെ ഒരു ലെവൽ വേരിയബിൾ 1 ആക്കി ഇനീഷ്യലി സെറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറയാം.
ഇപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം. Then level greater than 0. Here it is 1. Initially it is 1. When level greater than 0, begin and get line. Begin and get line. Get line എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻപുട്ട് പ്രോഗ്രാമിൽ നിന്ന് ഒരു ഫസ്റ്റ് ലൈൻ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ലൈനിനെ എടുക്കുക എന്നുള്ള ടാസ്ക് ആണ് ഗെറ്റ് ലൈൻ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ടാസ്ക് എന്താണെന്ന് നമ്മൾ പറയും. അതും ഒരു പ്രൊസീജിയർ ആണ്, അത് നമ്മൾ പറയും. ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് ടേക്കിംഗ് ആൻ ഇൻപുട്ട് ലൈൻ ഫ്രം ദി സോഴ്സ് പ്രോഗ്രാം. സോഴ്സ് പ്രോഗ്രാമിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് എടുത്തിട്ടാണ് മാക്രോനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. സോ ഗെറ്റ് ലൈൻ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് നമ്മുടെ ഒരു ലൈനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? സോഴ്സ് പ്രോഗ്രാം ഗെറ്റ് ലൈൻ മീൻസ് യു ഹാവ് ടു ടേക്ക് ലൈൻ ഫ്രം അവർ സോഴ്സ് പ്രോഗ്രാം. ആ ലൈനെ ആണല്ലോ നമ്മൾ പ്രോസസ് ചെയ്യേണ്ടത്. ക്ലിയർ? ചാറ്റ് ബോക്സ് ഒന്ന് പ്ലേസ് ചെയ്തേ. സാറേ ക്ലിയർ. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, നമ്മൾ ടേക്ക് ചെയ്ത ലൈൻ ദിസ് ഈസ് നോട്ട് എ കമന്റ് ലൈൻ. അത് കമന്റ് ലൈൻ അല്ലെങ്കിൽ നമ്മളൊരു ടാസ്ക് പെർഫോം ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ പാരാമീറ്റേഴ്സ്, എന്റർ ലൈൻ ഇൻടു ഡെഫ് ടാബ്. അതായത് ഈ ഒരു ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വി ആർ ഹാവിങ് അനദർ ഡാറ്റ സ്ട്രക്ചർ. അതിന്റെ പേരാണ് ആർഗ്യുമെന്റ് ടേബിൾ. നമ്മൾ ആർഗ്യുമെന്റ് ടേബിൾ, ഈ ആർഗ്യുമെന്റ് ടേബിളിലാണ് നമ്മുടെ മാക്രോന് വേണ്ട പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു മാക്രോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റീഡ് ബഫിന് അതിൻ്റെതായ ഇൻപുട്ട് ഡിവൈസ്, ബഫർ ലെങ്ത്, ഇങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പാരാമീറ്റേഴ്സിനെ നമ്മൾ കറക്റ്റ് ആർഗ്യുമെന്റ് ടേബിളിലേക്ക്, അതിന്റെ നൊട്ടേഷൻ മീൻസ് ആർഗ്യുമെന്റ് ടേബിളിലേക്ക് പാരാമീറ്റേഴ്സിനൊക്കെ പ്ലേസ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ പാരാമീറ്റേഴ്സ്. ദെൻ എന്റർ ലൈൻ ഇൻടു ഡെഫിനിഷൻ ടേബിൾ. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡെഫിനിഷൻ ടേബിളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം. ഈസ് ഓപ്പ് കോഡ് ഈക്വൽ ടു മാക്രോ. നമ്മുടെ പ്രോഗ്രാമിൽ ഓപ്പ് കോഡ് മാക്രോ ആണെങ്കിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന ലെവൽ എന്ത് ചെയ്തു? ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. എത്ര സമയം വരെ? എം എൻഡ് ആവുന്നത് വരെ. നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രോഗ്രാം നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ടേബിളിലേക്ക് ഇടുന്നത്. വെൻ ഓപ്പ് കോഡ് ഈക്വൽ ടു മാക്രോ ആണെങ്കിൽ നമ്മൾ ലെവൽ വേരിയബിൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് പറയാം, ഇനി പറയാം ഇത് എന്തിനാണെന്ന് പറയാം. ഒരു മാക്രോ കണ്ടു, എം എൻഡ് കാണുമ്പോൾ മീൻസ് ചെയ്യുന്നത് ഇനീഷ്യലി നമ്മൾ മാക്രോ കാണുമ്പോൾ ലെവലിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. എപ്പോഴാണോ ഒരു എൻഡ് കാണുന്നത് അപ്പം ലെവലിന്റെ വാല്യൂ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. അതിനർത്ഥം ഇൻക്രിമെന്റ് ചെയ്തു, ഡിക്രിമെന്റ് ചെയ്തു, ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മളൊരു മാക്രോനെ പ്രോസസ്സ് ചെയ്തു എന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു മാക്രോനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? വി ആർ ഇൻക്രിമെന്റിങ് എ വേരിയബിൾ. എപ്പോഴാണ് എം എൻഡ് കാണുന്നത്? വി ആർ ഡിക്രിമെന്റ് ദാറ്റ് സെയിം വേരിയബിൾ, വിച്ച് മീൻസ് നമ്മൾ ഒരു മാക്രോനെ പ്രോസസ്സ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വേരിയബിളിനെ അവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഇനി ആ പ്രോഗ്രാം നോക്കിയാൽ, അൽഗോരിതം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊസിഷണൽ നൊട്ടേഷൻ നമ്മൾ പ്ലേസ് ചെയ്തു, ഡെഫിനിഷൻ ടേബിളിലേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇട്ടു. ഓപ്പ് കോഡ് മാക്രോ ആണെങ്കിൽ ലെവൽ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, എം എൻഡ് ആണെങ്കിൽ ലെവൽ ഒന്ന് ഡിക്രിമെന്റ് ചെയ്തു. ദെൻ നെയിം ടാബ് പോയിന്റേഴ്സിനെ എൻഡും ബിഗിനിങ്ങിലേക്കും നമ്മൾ പ്ലേസ് ചെയ്തു. നെയിം ടാബിനെ എൻഡിലേക്കും സ്റ്റാർട്ടിങ്ങിലേക്കും നമ്മൾ പ്ലേസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഡിഫൈനിലുള്ളത്, മാക്രോനെ ഡിഫൈൻ ചെയ്യുന്ന ടാസ്ക്. ഇത് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒന്നുകൂടി പറയും. സാറേ ക്ലിയർ. ഓക്കെ, ഒന്നുകൂടി പറയും, ഞാൻ ഒന്നുകൂടി പറയാം. ഈ പ്രോഗ്രാം ഒന്ന് വലുതാക്കി ഞാൻ ഒന്നുകൂടി പറയാണ്. ലെവൽ വേരിയബിളിന്റെ റീസണും കൂടി ഇപ്പൊ തന്നെ പറയാം. ലെവൽ വേരിയബിളിന്റെ റീസൺ ഒന്ന് പറയാൻ പോവാണ്. ഒന്ന് എല്ലാവരും വൃത്തിക്കൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ലെവൽ വേരിയബിൾ എന്തിനാണ് ഡിഫൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുക. ഹിയർ ഐ ആം ഹാവിങ് എ മാക്രോ. മാക്രോസ് എന്ന് പേരുള്ള ഒരു മാക്രോ ഉണ്ട്. മാക്രോസ് ഇസ് എ മാക്രോ. കണ്ടോ, മാക്രോസ് എന്ന് പറയുന്നത് ഒരു മാക്രോ ആണ്. ഈ മാക്രോന്റെ ഉള്ളിൽ ഐ ആം ഹാവിങ് അനദർ മാക്രോ റീഡ് ബഫ്. റീഡ് ബഫ് ഒരു മാക്രോ ആണ്. ദെൻ എം എൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? റീഡ് ബഫിന്റെ എൻഡ് ആണ് എം എൻഡ് എന്ന് പറയുന്നത്.
Again, right buff is another macro. Right buffന്റെ എൻഡ് ആണ് എം എൻഡ്. നമ്മുടെ ഒറിജിനൽ മാക്രോന്റെ എം എൻഡ് ആണ് ഈ കാണുന്നത്. ശരിയാണ്. ഇനി നിങ്ങൾ പ്രോബ്ലം വരുന്നത് നോക്കുക. നമ്മളെ മാക്രോ പ്രോസസ് ചെയ്യുമ്പോൾ ലെവൽ വേരിയബിൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് മാക്രോനെ ഐഡന്റിഫൈ ചെയ്യും. ഈ എം എൻഡ് കാണുമ്പോൾ നമ്മുടെ അൽഗോരിതം എന്ത് വിചാരിക്കും? ഫസ്റ്റ് മാക്രോ തീർന്നതാണെന്ന് വിചാരിക്കും. ശരിയല്ലേ? പക്ഷെ ആക്ച്വലി ഇതെന്താണ്? രണ്ടാമത്തെ മാക്രോന്റെ എം എൻഡ് ആണിത്. അപ്പൊ നിങ്ങൾ ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഇനീഷ്യലി തന്നെ മാക്രോന് നമ്മൾ ലെവൽ 1 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെവൽ 1 ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ തവണ നമ്മൾ മാക്രോ ചെയ്യുമ്പോഴും ലെവൽ 1 കുറയും. അതായത് ഇതിനകത്തുള്ള ഓരോ മാക്രോനെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫൈനലി വീണ്ടും ലെവൽ -1 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഔട്ട്സൈഡിലുള്ള മാക്രോനെയും നമ്മൾ സോൾവ് ചെയ്തു. ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. Is that clear? ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഒരു പ്രോഗ്രാം നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ ലെവൽ ഇല്ല എങ്കിൽ, ലെവൽ വേരിയബിൾ ഇല്ലെങ്കിൽ മാക്രോ എൻഡ് ആയോ സ്റ്റാർട്ട് ആയോ ശരിക്കും നമുക്ക് മനസ്സിലാവില്ല. നോർമൽ കേസിൽ നിങ്ങൾ നോക്കിയേ, മാക്രോസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മാക്രോ. സോ ഫസ്റ്റ് എം എൻഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ആ മാക്രോയുടെ എൻഡ് ആണ് നമ്മൾ ഐഡന്റിഫൈ. റൈറ്റ് ബഫ് ഈസ് എ മാക്രോ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ എം എൻഡ് എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ ഡിഫൈൻ ചെയ്ത എം എൻഡ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. മാക്രോ ഇൻസൈഡ് ദി മാക്രോ എന്ന് പറയുന്നൊരു കേസ് വരാം. അപ്പൊ നമ്മൾ ഇനീഷ്യലി തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലെവലിന്റെ വേരിയബിൾ എന്താക്കി വെക്കും? ലെവൽ വേരിയബിൾ ഈക്വൽ ടു 1 ആക്കി വെക്കും. ഓക്കെ. ദെൻ വൈൽ ലൂപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഓർക്കാം. വൈൽ ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് ഓർക്കാം. അപ്പം നെക്സ്റ്റ് മാക്രോ വരുമ്പോൾ ലെവൽ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, എം എൻഡ് കാണുമ്പോൾ നമ്മൾ ഡിക്രിമെന്റ് ചെയ്യും. ഈ മാക്രോ വരുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്യും, ഇത് വരുമ്പോൾ ഡിക്രിമെന്റ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ ഒരു തവണയും കൂടി ഡിക്രിമെന്റ് ചെയ്ത് ലെവൽ 0 ആകുമ്പോൾ എൻറ്റയർ മാക്രോ നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അൽഗോരിതം ഒന്നുകൂടി നോക്കുക. എല്ലാം ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? വി ആർ യൂസിങ് ലെവൽ ഇൻസൈഡ് ദി വൈൽ ലൂപ്പ്. വൈൽ ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ്. ഇനീഷ്യലി അത് 1 ആയിരുന്നു. ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ മാക്രോനെ കാണുമ്പോൾ ലെവൽ ഇൻക്രിമെന്റ് ചെയ്തു, അത് കുറച്ചു. വൈൽ ലൂപ്പിന്റെ ഉള്ളിലാണ്. അപ്പോഴും ഒന്ന് കുറക്കുമ്പോൾ ശരിക്കും എന്താണുള്ളത്? ഇനീഷ്യലി 1 ആയിരുന്നു. 1 + 1 -1. വീണ്ടും അത് 1 ആണുള്ളത്. വീണ്ടും ഒരു മാക്രോ ഉണ്ടെന്നാണ് അത് അസ്യൂം ചെയ്യുന്നത്. സോ ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അഗൈൻ ലെവൽ -1 ആകുമ്പോൾ 1 - 1 0 ആയി. വിച്ച് മീൻസ് എല്ലാ മാക്രോനെയും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ആ ലെവൽ വേരിയബിൾ ഇല്ല എങ്കിൽ നമ്മൾ മാക്രോനെ റോങ് ആയിട്ടാണ് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാം. 7 years. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ബാക്കി. ആദിത്യ, ഐശ്വര്യ, അമൽ രവീന്ദ്രൻ. അഭിനവ ക്ലിയർ ആണ്? റാസി, അമൽ രവീന്ദ്രൻ. ഓക്കെ. ക്ലിയർ. ഇനി ജസ്റ്റ് ഈ അൽഗോരിതം ഒരു തവണ കൂടി, എന്റെ സമാധാനത്തിൽ ഒരു തവണ കൂടി പറഞ്ഞിട്ട് ഗെറ്റ് ലൈൻ പ്രൊസീജിയർ എന്താണെന്ന് പറയാം. നമുക്ക് ഫസ്റ്റ് ടാസ്കിൽ ഇൻ മാക്രോ ഫസ്റ്റ് പാസിൽ വി ഹാവ് ടു ഡിഫൈൻ ദി മാക്രോ. മാക്രോനെ പിടിച്ച് ഡെഫിനിഷൻ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യണം. അപ്പൊ ഡെഫിനിഷൻ ടേബിൾ എന്താണെന്ന് ഞാൻ സൈഡിൽ കാണിച്ചിരുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്ന ആളാണ് ഡെഫിനിഷൻ ടേബിൾ. ഇത് ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം. കണ്ടോ? ഡെഫിനിഷൻ ടേബിളിലെ ഫസ്റ്റ് ലൈൻ നോക്കുക. പ്രോട്ടോടൈപ്പ് മാക്രോ നെയിം അലോങ് വിത്ത് പാരാമീറ്റേഴ്സ്. അതിനൊരു ലിങ്ക് ഉണ്ട് വിത്ത് നെയിം ടാബ്. ഇതും കൂടാതെ ഒരു ടേബിളും കൂടിയുണ്ട്, ആർഗ്യുമെന്റ് ടേബിൾ. ഈ ഡയഗ്രത്തിൽ ഞാൻ ആർഗ്യുമെന്റ് ടേബിൾ കാണിക്കാൻ പോകണമെന്ന് നോക്കുക. ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന ആളാണ് ആർഗ്യുമെന്റ് ടേബിൾ. കണ്ടോ? ആർഗ്യുമെന്റ് ടേബിൾ ബഫർ ലെങ്ത്.
ഇതാണ് ആർഗ്യുമെന്റ് ടേബിൾ. ഓക്കെ, ഇനി അൽഗോരിതം ഒന്ന് നോക്കുക. Define, enter macro name to name tab, enter macro prototype into def tab. ഇതാണ് നമ്മുടെ ടാസ്ക്. ലെവൽ ഇനിഷ്യലി 1 ആക്കി സെറ്റ് ചെയ്തു. വൈ ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ടാസ്ക് പെർഫോം ചെയ്യുന്നു. Get line, collecting a line from our source program. If this is not a command line, substitute positional notation for parameters. Enter line into def tab. ഓപ്കോഡ് മാക്രോ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഓപ്കോഡ് എം എൻ ആകുമ്പോൾ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നു. ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിലാണ്. അപ്പം വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ഡെഫ് ടാബിലേക്ക് ഓരോ ലൈനും നമ്മൾ എന്തായാലും പ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദെൻ നിങ്ങളൊന്നും ഒരു കാര്യം ഓർക്കുക, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാക്രോ ഇടാൻ കാരണം എന്താണെന്ന് ആലോചിച്ചൊക്കെ. എന്തുകൊണ്ടാണ് ഈ റീഡ് ബഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കഴിയുമ്പോൾ മീൻസ് മാക്രോ വന്നിട്ടാണ് ഈ സംഭവം വരുന്നത്. ഓരോ തവണയും നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ഇടുന്നു. ദെൻ ഫസ്റ്റ് മാക്രോനെ ഐഡന്റിഫൈ ചെയ്യണേല് ഇനീഷ്യലി 1 ആയതുകൊണ്ട് വൈൽ ലൂപ്പിന്റെ കണ്ടോ, വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറുന്നത് വെൻ വൈൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ്. ഇനീഷ്യലി 1 ആയതുകൊണ്ട് സെക്കൻഡ് മാക്രോനെ കാണുമ്പോൾ 2 ആയിട്ടുണ്ടാവും. 2 - 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത മാക്രോനെ നമ്മൾ പ്രോസസ് ചെയ്തു. നെയിം ടാബ് എന്ന ഒരു പോയിന്റർ നമ്മുടെ ഡെഫിനിഷൻ ടേബിളിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാനും പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെഫിനിഷനിൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സാർ. ഓക്കെ, ഇനി ഈ ഒരു 2 കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ അൽഗോരിതത്തിലെ ഒരു പാർട്ടാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. മാക്രോ നമ്മൾ ഐദർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഈ 2 കേസാണ് നമുക്കുള്ളത്. ഫസ്റ്റ് പാസിൽ നമ്മൾ മാക്രോനെ ഡിഫൈൻ ചെയ്യുന്നു. മാക്രോ ഡിഫൈൻ എന്തൊക്കെയാണെന്ന് ചെയ്തു വെക്കുന്നു. രണ്ടാമത്തെ ടാസ്ക് ആണ് നമ്മൾ എക്സ്പാൻഡ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ചെയ്യുന്നത്. മാക്രോനെ എക്സ്പാൻഡ് ചെയ്ത് വലിയ പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങൾ ഈ അൽഗോരിതം ബിഗിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് പറഞ്ഞത്. അൽഗോരിതം ബിഗിൻ ചെയ്യുന്നത് മാക്രോ പ്രോസസ് അൽഗോരിതം ബിഗിൻ ചെയ്യുന്നു. എക്സ്പാൻഡിങ് ഈക്വൽ ടു ഫാൾസ്, വിച്ച് മീൻസ് അത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് പോകുന്നത്. എക്സ്പാൻഡിങ് ഫാൾസ് മീൻസ് ഈ അൽഗോരിതത്തിന്റെ 2 സ്റ്റേജേ ഉള്ളൂ. ഇറ്റ് ഹാവ് ടു ഡിഫൈൻ ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഇറ്റ് ഹാവ് ടു എക്സ്പാൻഡ്. എക്സ്പാൻഡിങ് മീൻസ് ഫാൾസ് മീൻസ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡിഫൈൻ ചെയ്യാണെന്ന് കരുതുക എന്നല്ല, ഡിഫൈൻ ആണ് നമ്മൾ ചെയ്യുന്നത്. വൈൽ ഓപ്കോഡ് നോട്ട് ഈക്വൽ ടു എൻഡ് ആവുന്നത് വരെ ഡു. അതായത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൽ സ്റ്റാർട്ട് തൊട്ടിട്ട് എൻഡ് എന്ന് പറയുന്ന കീവേഡിലാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം എൻഡ് ആവുന്നത്. സ്റ്റാർട്ട് ടു എൻഡ്. വൈൽ ഓപ്കോഡ് എൻഡ് ആവുന്നത് വരെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഗെറ്റ് ലൈൻ ആൻഡ് പ്രോസസ് ലൈൻ. ഗെറ്റ് ലൈൻ മീൻസ് വി ആർ ടേക്കിംഗ് ലൈൻ ബൈ ലൈൻ ഫ്രം അവർ സോഴ്സ് പ്രോഗ്രാം. ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ അതിനെ ടേക്ക് ചെയ്യണം. പ്രോസസ് ലൈൻ എന്ന് പറയുന്ന ടാസ്ക് ആണ് ആക്ച്വലി അതിനെ ഡിഫൈൻ ചെയ്യണോ അതോ എക്സ്പാൻഡ് ചെയ്യണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ഈ ലൈൻ പ്രോഗ്രാമിന് 2 രീതിയിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന് പ്രോസസ് ലൈൻ, ഒന്ന് ഡിഫൈൻ അല്ലെങ്കിൽ എക്സ്പാൻഡ്. ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? വെൻ ഓപ്കോഡ് ഈക്വൽ ടു മാക്രോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെൻ ഓപ്കോഡ് ഈക്വൽ ടു മാക്രോ ആണെങ്കിൽ പ്രോസസ് ലൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിഫൈനിങ് ആണ്. ഓക്കെ, വെൻ ഓപ്കോഡ് ഈക്വൽ ടു ഫംഗ്ഷൻ നെയിം, എവിടെയെങ്കിലും ഫംഗ്ഷൻ കോൾ വരുവാണെങ്കിൽ അത് ചെയ്യുന്നത് എക്സ്പാൻഡ് ആണ്. ഇതാണ് ഒരു കോൺസെപ്റ്റ്. മൈക്രോ പ്രോസസർ ബിഗിൻ വിത്ത് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്. ഗെറ്റ് ലൈൻ മീൻസ് ടേക്കിംഗ് എ ലൈൻ ഫ്രം അവർ സോഴ്സ് പ്രോഗ്രാം. ആ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് പെർഫോം പ്രോസസ് ലൈൻ. പ്രോസസ് ലൈനിൽ 2 ടാസ്ക് ഉണ്ട്. ഇറ്റ് ഹാവ് ടു ഡിഫൈൻ ഓർ ഇറ്റ് ഹാവ് ടു എക്സ്പാൻഡ്. ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ ഓപ്കോഡ് ഈക്വൽ ടു മാക്രോ ആണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യും. ഓപ്കോഡ് ഒരു ഫംഗ്ഷൻ നെയിം ആണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. ഓപ്കോഡ് ഒരു ഫംഗ്ഷൻ നെയിം ആണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. അതായത് നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ പോയി എവിടെയും ഇതാണ് നമ്മുടെ ഓപ്കോഡ്, മിഡിലുള്ള സംഭവം. ഓപ്കോഡിന്റെ സ്ഥാനത്ത് ഫംഗ്ഷൻ നെയിം വന്നാൽ അവിടെ മാക്രോ എക്സ്പാൻഷൻ നമുക്ക് ചെയ്യണം. ഓപ്കോഡിന്റെ അടുത്ത് ഫംഗ്ഷൻ നെയിം വന്നാൽ നമുക്ക് മാക്രോനെ എക്സ്പാൻഡ് ചെയ്യണം. ഓപ്കോഡിന്റെ അടുത്ത് മാക്രോ എന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ മാക്രോനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അതാണ് വീണ്ടും ഞാൻ പറയുന്നത്.
സോ ഇൻ ദി പ്രോഗ്രാം പ്രോസസ് ലൈൻ ചെയ്യുന്നത് വെൻ ഓപ്കോഡ് ഈക്വൽ ടു മാക്രോ ഇറ്റ് ഹാവ് ടു ഡിഫൈൻ. ഓപ്കോഡിന്റെ സ്ഥാനത്ത് ഫംഗ്ഷൻ നെയിം ആണെങ്കിൽ ഇറ്റ് ഹാവ് ടു എക്സ്പാൻഡ്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് റെസ്പോണ്ട് ചെയ്യാം.